നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ അംഗവും അധ്യാപികയുമായ പ്രിയ വിനോദാണ്. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടിയത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് എന്നാണ് കേരളം ഒന്നടങ്കം ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ലഭിച്ചത്? ശരിക്കും മേഘ വളരെ വലിയൊരു ഞെട്ടലായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപിനെ തെരഞ്ഞെടുത്തപ്പോൾ പോലും കേരളം ഇത്രയും ഞെട്ടിയിട്ടില്ല. ഇത് കേരളം ഒന്നടങ്കം ആദ്യമായി പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മ അവാർഡുകളൊക്കെ ഒരു മനുഷ്യന് കിട്ടുമ്പോൾ അത് ആര് തന്നെ ആയിരുന്നാലും നമുക്ക് അറിഞ്ഞൂടാത്തവർക്ക് ചിലപ്പോൾ കിട്ടാം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പോലും നമുക്കൊരു സന്തോഷവും ആ ആളിനെ കുറിച്ച് അറിയുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ലോകത്തിൽ ആദ്യമായി ഒരു പത്മ അവാർഡ് കിട്ടി എയറിലായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഏറ്റവും പരിഹാസ്യനായി ആൾക്കാരെല്ലാം കുട്ടികളാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, മുതിർന്നവരാകട്ടെ ഒന്നടങ്കം അതിനകത്ത് സമുദായത്തിന്റെ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. സർവരാൽ വെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ. ശരിക്കും പത്മ അവാർഡിന്റെ ചരിത്രം അതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിൽ പോലും 1954 മുതൽ നൽകുന്ന ഈ ഒരു അവാർഡിന്റെ എന്താണ് ഉന്നത നിലവാരത്തിലുള്ള വിശിഷ്ട സേവനത്തിന് നൽകുകയാണല്ലോ പത്മഭൂഷൺ അവാർഡുകൾ എന്ന് പറയുന്നത്. പത്മ അവാർഡ്, അതിൽ പത്മഭൂഷൺ എന്ന് പറയുന്ന സെക്ഷൻ. ഇത് ഇദ്ദേഹത്തിന് എന്തിനാണ് നൽകിയത്, ഇദ്ദേഹത്തിന് എന്തിനാണ് കിട്ടിയത് എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. കാരണം എന്ത് ഒരു വിചിത്ര ജീവിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് കേരളത്തിൽ എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ പോലും ഇന്ന് എന്ത് പറയാനാ വന്നിരിക്കുന്നത്, എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ, അദ്ദേഹം ചെയ്ത സേവനം എന്താണ്? അല്ലാതെ ആർക്കെല്ലാം കൊടുക്കുന്നു, അവിടെയെല്ലാം ആരും ഇങ്ങനെ പരിഹസിക്കുന്നില്ല. ഇതെങ്കിലും കണ്ടിട്ടെങ്കിലും ഈ അവാർഡ് കൊടുത്തവർക്കെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാവണ്ടേ? ഇത് ആരാണ് ഇദ്ദേഹത്തിന്റെ പേര് സജസ്റ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തന്നെ പത്മ അവാർഡിനെ കുറിച്ചുള്ള പത്മഭൂഷൺ കിട്ടുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂല് അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ട് നിലവാരം കുറഞ്ഞ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസമോ വിവരമോ സംസ്കാരമോ ഉള്ള വാക്കുകളാണോ അദ്ദേഹത്തിന്റെ വാക്കുകൾ? അപ്പോ ഇപ്പൊ കേരളം ഒന്നടങ്കം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏത് പട്ടിയാണ് ഇനി ഇത് വാങ്ങാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണോ, തെരുവിലുള്ള പട്ടിയാണോ, അദ്ദേഹം വേറെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് കടമെടുക്കുന്ന പട്ടിയാണോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പോൾ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ പിണറായി വിജയന്റെ നാവായാണ് വെള്ളാപ്പള്ളി പ്രവർത്തിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രകാശ് ജാവദേക്കർ വന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ BJP-യുടെ ഒരു അജണ്ടയാണോ ഇത്? ഇപ്പോൾ കേരളത്തിൽ വർഗീയത പറയാൻ, കേരളത്തിൽ വോട്ട് പിടിക്കാനുള്ള ഒരു യന്ത്രമായി വെള്ളാപ്പള്ളി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കൈക്കൂലി ആയിരുന്നോ ഈ പത്മ അവാർഡ്? ശരിക്കും BJP-യുടെ അധപ്പതനം എന്നേ പറയുന്നുള്ളൂ. അത് ഒരു വർഗീയ പാർട്ടിയാണ്, നമുക്ക് നാടിന് ആപത്താണ്, ഒരു വൈറസ് ആണ്, വർഗീയ വിഷമാണ് ഒക്കെയാണെങ്കിലും വെള്ളാപ്പള്ളി അതിന് ചേരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ പിണറായി വിജയൻ പോലും നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? RSSന്റെ നാവായി വെള്ളാപ്പള്ളി സംസാരിക്കുന്നു, അല്ലെങ്കിൽ RSSന്റെ നാവായി വെള്ളാപ്പള്ളി ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ പിണറായി വിജയൻ തന്നെ ഇപ്പോ ഇലക്ഷനായപ്പോൾ പരാജയ ഭീതി ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല, നമുക്ക് ദയനീയ പരാജയമായിരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞ വർഗീയത പച്ചയ്ക്ക് പറയുന്ന ഈ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അത് ചൂണ്ടിക്കാണിച്ചതിനാണല്ലോ പ്രതിപക്ഷ നേതാവിനോട് ഇത്രയും വൈരാഗ്യമായതും ഒരു സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയും മുഖ്യമന്ത്രിയൊക്കെ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വിമർശിക്കുന്നതിനൊരു ഭാഷയുണ്ട്, ഭാഷാശുദ്ധിയുണ്ട്. നാട്ടിൽ കിടക്കുന്ന ഒരു ട്രെയിനിൽ സൈബർ രംഗത്തിരിക്കുന്നവർ വിളിച്ചു പോകുന്നത് പോലെ എന്തും തോന്നിവാസവും പറയാം, എന്ത് മോശമായ വാക്കുകൾ ഉപയോഗിക്കാം എന്നാണോ? അപ്പോൾ അതിന്റെ എല്ലാം സീമ ലംഘിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ വർഗീയത പറയുന്ന ഒരു വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ പിണറായി വിജയൻ ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? അതിലൂടെ ഈഴവ വോട്ടുകൾ കളക്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈഴവ സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശം ഒന്നും ആരും കൊടുത്തിട്ടില്ല. ആർക്കാണ്? വെള്ളാപ്പള്ളി നടേശൻ. അതിനിപ്പോ ഈ ഒരു സമുദായത്തിന്റെ പ്രസിഡന്റ് ആണ് എന്ന് കരുതി അദ്ദേഹം പറയുന്നത് എല്ലാം അനുസരിക്കുന്നവരല്ല ഇവിടെ ഉള്ള ഈഴവരാകട്ടെ, അല്ലെങ്കിൽ നായർ സമുദായത്തിന് സുകുമാരൻ നായർ ഇരിക്കുമ്പോൾ സുകുമാരൻ നായർ പറയുന്നതാണ് നായർമാരെല്ലാരും കേൾക്കുന്നതെന്നോ അങ്ങനത്തെ ഒരു സംവിധാനവും ഇവിടെ ഇല്ല. അവർക്കൊക്കെ ഇപ്പൊ നേരത്തെയൊക്കെ ഒരുപക്ഷെ നല്ല രീതിയിൽ ആ സംഘടനകളൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും, സാമുദായിക സംഘടനകളാണെങ്കിലും. പക്ഷേ ഇപ്പൊ ഇതൊക്കെ അങ്ങേയറ്റം അവനവന്റെ കാര്യം കാണാൻ വേണ്ടി മാത്രം തന്റെ ആൾക്കാരെ തനിക്ക് എങ്ങനെ വളരാം, തന്റെ കുടുംബത്തിന് എങ്ങനെ വളരാം, ഏതെല്ലാം രീതിയിൽ അഴിമതി കാണിക്കും. ഇപ്പോ ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ എന്താണ് അദ്ദേഹത്തിന്റെ SNDP ട്രസ്റ്റ്, അതൊക്കെ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ആ വാർത്ത കണ്ടിരുന്നു. ഒരു ട്രസ്റ്റ് അധ്യാപക നിയമനം ഇമാതിരിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 90ഓളം എയ്ഡഡ് സ്ഥാപനങ്ങളിലാണെന്ന് തോന്നുന്നു SNDP-യുടെ നിയമനങ്ങൾ. സർക്കാർ, പിണറായി സർക്കാരുമായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെയാവാം ഒരു പക്ഷേ.
അദ്ദേഹത്തിന് നടത്തിയതിൽ 90 കോടി രൂപയാണ് വെള്ളാപ്പള്ളി നടേശന് കമ്മീഷനായി കിട്ടി LDF സർക്കാരിൽ നിന്നും കിട്ടിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന ഒരു വിവരമുണ്ട്. അത് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ ഈ പിണറായി വിജയന് ഇപ്പോ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ഒരു പ്രേമം കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ സത്യമാണെന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ വർഗീയ ധ്രുവീകരണം, നമ്മുടെ നാട്ടിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ നടക്കുന്ന ഇമാതിരി വേതാളങ്ങളെ, കാരണം ഇപ്പോ ഈ പറയുന്ന ഒരു വാക്ക് ഞാൻ പറയാൻ കാര്യം, വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇന്നലെ പറഞ്ഞു, എന്താണ് എനിക്കെതിരെ വേതാളമായിട്ട് വിമർശനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. എനിക്ക് തോന്നുന്നില്ല ഒരു വേതാളത്തെ മറ്റൊരു വേതാളം പോയി പിന്തുടരുമെന്ന്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി മലപ്പുറം എന്ന് പറയും എല്ലാവരും എടുത്തിട്ട് കളിക്കുന്നതാണ്. മലപ്പുറം എന്ത് പറഞ്ഞു, പിണറായി വിജയൻ ഒരു ഹിന്ദു അതെ. ഒരു സ്ഥലത്ത് പോയി അഭിമുഖം കൊടുക്കുമ്പോഴായാലും മലപ്പുറത്തെയാണ് പരാമർശിക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾ എന്താ, മനുഷ്യരല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരല്ലേ അവിടെ ഉള്ളത്? നമ്മൾ ആരും മലപ്പുറത്ത് പോവുകയും ജീവിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും ഒന്നും ചെയ്യുന്നില്ലേ? മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായത്തിൽ. ഇത്രയും മുസ്ലിം വിരുദ്ധത പറയുന്ന മനുഷ്യർ വേറെ ആരെങ്കിലും ഉണ്ട്? ഇപ്പൊ ഇന്ന് ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ സജി ചെറിയാനെ ആയാലും AK ബാലനെയൊക്കെ ആയാലും ഇവരെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഒരുപക്ഷെ വർഗീയത പറയുന്നത് നോക്കി സമൂഹത്തിൽ എന്ത് ഉന്നത സേവനമാണ് വെള്ളാപ്പള്ളി നടത്തിയതെന്ന് നമുക്കറിയില്ല, വർഗീയത പറയുന്നതല്ലാതെ. അപ്പൊ ഈ വർഗീയത പറയുന്നതിൽ LDF-ലെ കുറെ നേതാക്കളെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് സജി ചെറിയാനി ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ ഈ പത്മഭൂഷൺ കൊടുത്തിരിക്കുന്നത്. അതെ. അപ്പൊ മലപ്പുറം എന്ന് അപ്പോൾ പറയുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു. വിവാദങ്ങൾ ഒത്തിരി ഉണ്ടെന്നേ. എന്നിട്ട് അത് ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകനോട് അദ്ദേഹം പ്രതികരിച്ചൊരു രീതിയുണ്ട്. എന്താണ് അതെ. തീവ്രവാദി, താൻ തീവ്രവാദിയല്ലേടോന്ന്. അതെന്തെല്ലാം പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചു. അപ്പോ അത് മാത്രമല്ല, അദ്ദേഹത്തിന് ബിൽ 2020, ഇതൊക്കെ ഇപ്പൊ 2026 ഈ ജനുവരിയിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനു മുന്നേ 2020 അവരുടെ തന്നെ SNDP-യുടെ തന്നെ ഒരു സംഘടനാ നേതാവ് KK മഹേശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അദ്ദേഹം ഒരു ആലപ്പുഴയിലോ മറ്റോ കണിച്ചുകുളങ്ങര എന്ന് പറയുന്ന ഒരു ലോഡ്ജ്, അവിടെയുള്ള ഒരു ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ സൂയിസൈഡ് നോട്ടൊക്കെ അന്ന് യെസ്. പുറത്തു വന്നിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ അതിനകത്ത് ബന്ധമുണ്ടെന്ന് പറഞ്ഞൊരു ആരോപണമൊക്കെ വന്നിരുന്നു. അപ്പൊ ഈ കേസുകളൊക്കെ ഇങ്ങനെ ഒരുപാട് അഴിമതികളും കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആരും അദ്ദേഹം പറയുന്നത് കേൾക്കാനും പോകുന്നില്ല, അദ്ദേഹത്തിന്റെ പിന്നിൽ ഉണ്ടാവുകയില്ല. അത് ഉറപ്പായ കാര്യമാണ്. പക്ഷെ ഈ പത്മ അവാർഡ് എന്ന് പറയുന്നതിന്റെ ഒരു അഭിമാനത്തെ അത് വളരെയധികം തകർത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുത്തതോടുകൂടി വളരെയധികം നിലവാരം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഒപ്പം കിട്ടിയ ആൾക്കാർ ആരൊക്കെയാണ്? മമ്മൂട്ടി, അതുപോലെയുള്ള ആൾക്കാർക്ക് അത് കിട്ടണ്ടേ? അപ്പൊ അവരുടെയൊക്കെ അതെ. ഇടയിൽ എന്താണ് ഇദ്ദേഹം കാണിച്ച ആ ഒരു ഉന്നത നിലവാരത്തിലുള്ള വിശിഷ്ട സേവനം, എന്താണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നല്ലൊരു വാക്കെങ്കിലും അദ്ദേഹത്തിന് പറയാൻ കഴിയൂ 10 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ. അതെ. ഇപ്പോൾ ഈ വർഗീയത പറയുന്നു, മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം വർദ്ധിപ്പിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വെള്ളാപ്പള്ളിയെ എന്തുകൊണ്ടാണ് ഇപ്പോഴും പിണറായി തള്ളിപ്പറയാത്തത്? ഇപ്പോൾ ബിനോയ് വിശ്വവുമായി ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളിക്ക്. ആ സാഹചര്യത്തിൽ പോലും CPI-യെ പോലും ചേർത്ത് പിടിക്കാതെ വെള്ളാപ്പള്ളിയെ എന്തിനായിരിക്കും പിണറായി ഇങ്ങനെ കൂടെ നിർത്തുന്നത്? പിണറായി വിജയനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിണറായി വിജയൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോൽക്കും. നമ്മൾ രണ്ടക്കത്തിലേക്ക് ചുരുങ്ങും എന്നൊക്കെ പറയുമ്പോൾ പലരും പറയും 99 ഒരു രണ്ടക്കമാണെന്ന്. പക്ഷെ അവര് തന്നെ പറഞ്ഞു 100 110. ആ 100 110 സ്പീഡിൽ അവർ ഓടും. അവരിവിടെ നിന്ന് ഇറങ്ങി ഓടും. അപ്പൊ കൂടിപ്പോയാൽ 10 20 സീറ്റായിരിക്കും അവർക്ക് കിട്ടുന്നത്. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ അതിനേക്കാളും താഴ്ന്ന ഒരു അവസ്ഥയിലേക്കാണ്. എവിടെ കൊടുക്കും? എവിടെയാണ് ആൾക്കാർ എന്ത് കാര്യത്തിനാണ് പിണറായി വിജയൻ വോട്ട് കൊടുക്കുക? പിണറായി വിജയൻ നയിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന ഈ ഒരു ഇലക്ഷൻ നേരിടുമ്പോൾ അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഇലക്ഷനെ നേരിടുമ്പോൾ ഇത്രയും പ്രതിച്ഛായ നഷ്ടപ്പെട്ട സകലമാന അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെ മുൻനിർത്തി ഒരു ഇലക്ഷനെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർക്ക് ഭയമുണ്ട്. അപ്പൊ ആ ഒരു ക്ഷീണം, അതായത് തോൽക്കുന്നതിനും വേണമല്ലോ ഒരു ചെറിയ ഒരു രീതിയിലൊക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് സമുദായങ്ങളുടെ വോട്ട് എങ്ങനെ നേടാം എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പം മറ്റെല്ലാം കഴിഞ്ഞിട്ട് കുറെ പേര് വർഗീയത പറയാൻ നേരിട്ട് നേതാക്കളെ തന്നെ വിട്ടേക്കുന്നു. തൊട്ടടുത്ത നിമിഷം ഒരാൾ മാപ്പ് പറയുന്നു, അടുത്ത ആൾ മാപ്പ് പറയാൻ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും സുകുമാരൻ നായരെയും NSS-നെയും അല്ലെങ്കിൽ SNDP-യും തമ്മിൽ ഒന്നിപ്പിക്കാൻ നോക്കുന്നു. അവരെ തമ്മിൽ പോയി കാലുപിടിച്ച് അവരെ കൊണ്ടുവരുന്നത് വോട്ടിന് വേണ്ടി മാത്രമാണ്. ജാതി പറഞ്ഞ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച് CPM നേതാക്കളെല്ലാം ജയിലിലാണ്. അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണ്. മുൻ MLA ആയിരുന്ന ആൾ ജയിലിലാണ്.
അപ്പോ ജില്ലാ കമ്മിറ്റി അംഗം ജയിലിലാണ്. അപ്പോ ഇതൊക്കെ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. തുടർന്ന് MLA ചോദ്യം ചെയ്യുന്നു. മുൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഏറ്റവും സന്നിഗ്ധമായ അല്ലെങ്കിൽ ഏറ്റവും വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് പിണറായി വിജയൻ കടന്നു പോകുന്നത്. അന്നേരം ഇവരെ ഈ ജാതി പറഞ്ഞ് എങ്ങനെയെങ്കിലും തമ്മിൽ തല്ലി നാട്ടിലൊരു വർഗീയ കലാപമെങ്കിലും ഉണ്ടാക്കി ഒരു പുകമറ സൃഷ്ടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ഊളംപാറ കൊണ്ടുപോകണം എന്ന് പറയുന്ന ബോധമില്ലാത്ത, തലയ്ക്ക് ഒരു ഓളമില്ലാത്ത, പേ പിടിച്ച് നടക്കുന്ന ഇത്തരം വെള്ളാപ്പള്ളികളെ ഒക്കെ കാറിൽ കയറ്റി കൊണ്ടുപോകാൻ തക്കവണ്ണം എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ നിലവാരം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാമോ? ഇത്രയും തകർന്നു പോകാമോ? ഇങ്ങനെ നടക്കുന്നത്, അതായത് പേ പിടിച്ചോടുന്ന ഒരു പട്ടിയെ പിടിച്ച് സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നതിന് തുല്യമായിരുന്നില്ലേ അത്? ഇങ്ങനെ വർഗീയത പറയുകയും ഇതുപോലെ പുലമ്പു ഇന്നലെ മുളച്ചു വന്ന തകരയാണ്, പിന്നെന്താണ് ഫ്യൂഡൽ മാടമ്പിയാണ്, എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. അപ്പൊ അദ്ദേഹവും ജാതി നോക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ആൾക്കാരെ തമ്മിൽ തെറ്റിക്കുക, പരസ്പരം നേതാക്കളെ ഒരാളെ പുകഴ്ത്തി പറയുക, ഒരാളെ ഇടിച്ചു കാണിക്കുക, എന്നിട്ട് അവരെ തമ്മിൽ തെറ്റിക്കുക. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു തീരുമാനിക്കുന്നതും കോൺഗ്രസിന്റെ ആരെവിടെ പിന്നെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നതും വെള്ളാപ്പള്ളി ആരാണ് ഇയാള്? ഇയാൾ ആർക്ക് വേണം? അയാൾ ആ സംഘടനയ്ക്ക് തന്നെ ഒരു ബാധ്യതയായിട്ടിരിക്കുന്നു. 30 വർഷമായിട്ട് അയാൾ അതെ അവിടെ നിന്ന് എടുത്ത് മാറ്റി ആലോചിക്കേണ്ട കാര്യങ്ങളാണ് എത്രയും പെട്ടെന്ന്. അതെ അതെ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്, അതായത് ഈ വർഗീയതയുടെ നാവായി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് എന്തുകൊണ്ട് പത്മ അവാർഡ്സ് ലഭിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതിന്മേൽ വാഗ്വാദങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.